12-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിലെ ഗാർഗ്രേവിലാണ് വിശുദ്ധ റോബർട്ട് ജനിച്ചത്. പാരീസിലെ സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ റോബർട്ട് പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ഗാർഗ്രേവിലെ ഇടവക വികാരിയാവുകയും ചെയ്തു. 1132 അദ്ദേഹം ഇംഗ്ലണ്ടിലെ വിറ്റ്ബിയിലെ ആശ്രമത്തിലെ സന്യാസിയായി. ആ ഇടയ്ക്കാണ് ബെനഡിക്റ്റൻ നിയമസംഹിത തിരിച്ചു കൊണ്ടുവരണമെന്ന ആവശ്യം ഉയർത്തിയ കാരണത്തിന് യോർക്കിലെ സെന്റ് മേരീസ് ആശ്രമത്തിലെ 13 സന്യാസിമാരെ പുറത്താക്കിയ വാർത്ത വിശുദ്ധൻ അറിഞ്ഞത്. ശൈത്യകാലത്തിന്റെ മധ്യത്തിൽ വിശുദ്ധൻ ആ 13 സന്യാസിമാർക്കൊപ്പം ചേരുവാനായി വിറ്റ്ബിയിലേക്ക് പോയി. റിപ്പോണിന് സമീപമുള്ള സ്കെൽഡ് നദിയുടെ തീരത്ത് മരച്ചില്ലകൾ കൊണ്ടും പുല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു കുടിലിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. വസന്തകാലമായപ്പോഴേക്കും അവർ ക്ലെയർ വോക്സിലേക്ക് പോവുകയും 2 വർഷത്തോളം അവിടുത്തെ കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുകയും ചെയ്തു. വിശുദ്ധ റോബർട്ട് അദ്ദേഹത്തിന്റെ ദയ, വിശുദ്ധി, ആഴമായ ആത്മീയത തുടങ്ങിയ കാരണങ്ങളാൽ വളരെയേറെ അറിയപ്പെട്ടിരുന്നു. അദ്ദേഹം പ്രാർത്ഥനയിൽ ശക്തമായി ആശ്രയിക്കുകയും അതിൽ മുഴുകുകയും ചെയ്തു. കൂടാതെ ഒരു ആത്മീയ എഴുത്തുകാരനും പിശാചബാധ ഒഴിപ്പിക്കുന്നവനുമായിരുന്നു വിശുദ്ധൻ. കഠിനമായ ജീവിതം നയിക്കുകയും ആഹാരവും വെള്ളവും ഉപേക്ഷിച്ചുകൊണ്ട് ഉപവസിക്കുകയും ചെയ്യുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു, പ്രത്യേകിച്ച് നോമ്പിന്റെ അവസരത്തിൽ. ദിവ്യനായിരുന്ന ഫിൻചാലയിലെ വിശുദ്ധ ഗോഡ്രിക്കിനെ വിശുദ്ധ റോബർട്ട് ഇടയ്ക്കിടയ്ക്ക് സന്ദർശിക്കുമായിരുന്നു. 1159 വിശുദ്ധൻ മരിക്കുന്ന അവസരത്തിൽ ഒരു തീഗോളത്തിന്റെ രൂപത്തിൽ വിശുദ്ധ റോബർട്ടിന്റെ ആത്മാവിനെ വിശുദ്ധ ഗോഡ്രിക് കണ്ടു. പ്രകാശപൂരിതമായ മാർഗത്തിലൂടെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ മാലാഖമാർ കൊണ്ടുപോകുന്നതും സ്വർഗത്തിന്റെ കവാടങ്ങൾ അവർക്കായി തുറക്കുന്നതുമാണ് അദ്ദേഹം കണ്ടത്. 1159 ജൂൺ 7 വിശുദ്ധൻ മരിക്കുന്നതുവരെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സന്യാസിമാരും താമസിച്ചിരുന്ന ന്യൂമിൻസ്റ്റർ ആശ്രമത്തിന്റെ പേരും വിശുദ്ധ റോബർട്ട് തന്റെ നാമത്തോടൊപ്പം ചേർത്തു.